കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഉയർന്ന ശമ്പളത്തിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക്, അതും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ്. 2/9/2026 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 074/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇലക്ട്രിക്കലാണ്. അപ്പോൾ 56,500 മുതൽ ഏകദേശം 1,18,100 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. 56,500 ബേസിക് ശമ്പളം, തുടക്ക ശമ്പളമാണ്. അതുപോലെ തന്നെ ഒരു വേക്കൻസിയാണ് നിലവിൽ ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും നമുക്ക് ഫൈനൽ ടൈമിൽ ഇതിൽ കൂടുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, താല്പര്യമുണ്ട്, യോഗ്യതയുണ്ട്, തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യുക. കേരള PSC ആണ്, വേക്കൻസി വിലയിരുത്തി അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യതയുണ്ട്, താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. 18 to 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1986 1/1/2008 ഈ ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 4 വർഷത്തെയും പ്രായത്തിലിളവ് നൽകുന്നുണ്ട്. ഇനി ഇതിന്റെ യോഗ്യതയിലേക്ക് നമുക്ക് കടക്കാം. അപേക്ഷിക്കാനുള്ള യോഗ്യത പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. ഈ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് എഞ്ചിനീയറിംഗ് ഡിഗ്രി പറയുന്നത് ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. എഞ്ചിനീയറിംഗ് ഡിഗ്രി നമുക്ക് ഇലക്ട്രിക്കലിൽ വേണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് വേണം. UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടാണ് വേണ്ടത്. ഇലക്ട്രിക്കൽ ഫീൽഡാണിത്. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി നിർബന്ധമായിട്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണം. ഇതുപോലുള്ള അപ്ഡേറ്റ് പ്രോപ്പറായി ലഭിക്കാനായി കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കേണ്ട.